ഫസ്റ്റ് ഡേ നമ്മൾ തുറന്ന ദിവസം തന്നെ ഇതാ ഇതുപോലെ വിജനമായി കിടക്കുകയാണ്. തുറന്ന പാടല്ലേ ആൾക്കാരൊക്കെ വരും എന്ന പ്രതീക്ഷയിൽ ഇതാ സാധനങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് മെനു ബോർഡൊക്കെ എഴുതിയതിനു ശേഷം പതുക്കെ ആൾക്കാർ വരാൻ തുടങ്ങി. പാർസലിലും അത്യാവശ്യം അനക്കം വന്നു തുടങ്ങി എന്ന് വിചാരിച്ച് നമ്മുടെ ആ പഴയ കച്ചവടത്തിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ആൾക്കാർ വരാത്തതിന് കാരണം നമ്മൾ റീഓപ്പൺ ചെയ്ത വിവരം ആരെയും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ നാളെ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് ഗ്യാസ് കിട്ടാത്തത് കാരണം നമുക്കത് തുറക്കാൻ പറ്റിയിട്ടില്ല. ഇനി തുറന്നതിന് ശേഷം മാത്രം വീഡിയോ ഇട്ടിട്ട് ആൾക്കാരെ അറിയിക്കാന്ന് കരുതി. വരുന്ന കസ്റ്റമർ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഇത്ര ആൾക്കാർ കുറവ്, മാനേജ്മെന്റ് മാറിയോന്നൊക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ തുറന്ന വീഡിയോ ഇട്ട് കണ്ടിട്ട് ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഓരോ ഐറ്റംസ് ആയി പരിചയപ്പെടുത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണിത്. തവയിൽ മണിക്കൂറുകളോളം സ്ലോ കുക്ക് ചെയ്യുന്ന കുരുമുളകിന്റെ ഒക്കെ ഫ്ലേവർ ഉള്ള ഈ കാണുന്ന ബീഫ് ഫ്രൈ. ഈ ഐറ്റം മുൻപ് നമ്മൾ ദിവസേന 2 തവണയാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു തവണ മാത്രമേ വെക്കുന്നുള്ളൂ. കാരണം തുടങ്ങിയ പാടായതുകൊണ്ട് ആൾക്കാർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ബാക്കി വരാനുള്ള സാധ്യത ഉണ്ട്. ഹോട്ടലിൽ ബാക്കി വരുന്ന സാധനങ്ങളാണ് ഏറ്റവും നഷ്ടം. ദിവസേന ക്വാണ്ടിറ്റി കൂട്ടി നമ്മൾ ആ പഴയ ലെവലിലേക്ക് തന്നെ വരും ദിവസങ്ങളിൽ എത്തിക്കും. നമ്മളടുത്ത് മുൻപ് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഉരുവച്ചാലുള്ള കുറച്ച് കസ്റ്റമേഴ്സ്, അവരോടാണ് ഇന്ന് റിവ്യൂ ചോദിച്ചത്. ഫുഡ് മാഷാഅല്ലാഹ് അടിപൊളിയാണ്. ഫുഡ് മാത്രമല്ല ഇങ്ങനെ ചായ അടിപൊളിയാണ്. ഞാനത് ഓൾറെഡി അവനോട് പറഞ്ഞേക്കണത്. അവൻ പറഞ്ഞു ഞാൻ ഹിന്ദിക്കാരനാണ്. അപ്പൊ ഹിന്ദി അറിയാത്തതുകൊണ്ട് അവരോട് ഹിന്ദിയിലും കൂടി അവരോട് പറഞ്ഞു. എല്ലാം അടിപൊളിയാണ്. അതില് പുട്ടും ബീഫും എല്ലാം അടിപൊളിയാണ്. അതില് ഈ പറഞ്ഞ പോലെ ചെറിയ നമ്മൾ പോക്കേന്ന് പറഞ്ഞല്ലേ, ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ്. തലച്ചോറ് നിങ്ങളെ തലച്ചോറാണ് അടിപൊളി. ഞാൻ അത്യാവശ്യം നല്ലപോലെ ഫുഡ് കഴിക്കുന്ന ആളാണ്. കാരണം കണ്ടാൽ മനസ്സിലാവും. അപ്പോ ഞാൻ കഴിച്ചതിൽ ദ ബെസ്റ്റ് ആണ്. അതായത് തലച്ചോറ് ഇഷ്ടപ്പെടുന്ന ആൾക്ക് നല്ല അടിപൊളിയാണ്. നിങ്ങളെ ചെയ്ത കറി അടിപൊളിയാണ്, നല്ല അടിപൊളിയാണ്. പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും. പോത്തുംകാലും വാരിയലൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാ ദിവസവും ഉണ്ട്. അപ്പൊ നമ്മൾ ലൊക്കേഷൻ അറിയാത്തവർക്ക് നമ്മൾ കൂത്തുപറമ്പ് മട്ടന്നൂർ റോഡിൽ പഴയ നേരത്തെ SBIന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അബൂക്കാസ് തട്ടുകടന്റെ ലൊക്കേഷൻ വരുന്നത്.